തൃണമൂൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നതോടെ പശ്ചിമബംഗാളിൽ സിപിഎമ്മിന് തിരിച്ചടികളുടെ പരമ്പരയായിരുന്നു. നഗര ഗ്രാമഭേദമന്യേ തൃണമൂൽ പുലർത്തിയ ആധിപത്യവും സിപിഎം സംസ്ഥാന നേതൃത്വത്തിന്റെ കഴിവുകേടും പാർട്ടിയെ വൻ തകർച്ചയിലേക്കാണ് എത്തിച്ചത്. പരമ്പരാഗത ശക്തി കേന്ദ്രങ്ങളിൽ പോലും പരിപാടികളോ സമ്മേളനങ്ങളോ നടത്താൻ പറ്റാത്ത രീതിയിൽ സിപിഎം പ്രതിസന്ധിയിലായി. സംസ്ഥാന നേതൃത്വത്തിൽ നടത്തിയ അഴിച്ചുപണിയിലൂടെ ജനകീയ ബന്ധം വീണ്ടെടുത്ത് നഷ്ടപ്രതാപം വീണ്ടെടുക്കാനുള്ള ശ്രമത്തിലാണ് ബംഗാളിലെ സിപിഎം ഇപ്പോൾ. പാർട്ടി പ്ലീനത്തോടനുബന്ധിച്ചുള്ള പൊതുസമ്മേളനത്തിലെ ജനപങ്കാളിത്തം സിപിഎമ്മിന് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. 10 ലക്ഷം പേരെ പൊതുസമ്മേളനത്തിൽ അണിനിരത്തുമെന്ന പ്രഖ്യാപനം ഒരു പരിധിവരെ വിജയിപ്പിക്കാനും നേതൃത്വത്തിനായി. তৃণমূলের কাছে আমাদের প্রতিদিন আক্রান্ত হতে হয়, কলেজে ঢুকতে পায় না, দিনের পর দিন ভোট লুট ওরা চালাচ্ছে, কিন্তু দিনের পর দিন ওরা দুর্বল হচ্ছে. ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശക്തി കേന്ദ്രങ്ങളിൽ ചിലത് തിരിച്ചുപിടിക്കാൻ ബംഗാളിലെ സിപിഎമ്മിന് കഴിഞ്ഞിരുന്നു. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നില കൂടുതൽ മെച്ചപ്പെടുത്താനാകുമെന്നാണ് പാർട്ടി നേതൃത്വത്തിന്റെ വിശ്വാസം. സംസ്ഥാനത്ത് 20 ജില്ലകളിൽ നിന്നായി 77,000 ബൂത്തുകൾ കേന്ദ്രീകരിച്ചാണ് പ്ലീനത്തിന്റെ ഒരുക്കങ്ങൾ സംസ്ഥാന നേതൃത്വം നടത്തിയത്. പശ്ചിമബംഗാളിലെ പാർട്ടി നേതൃത്വത്തിന് ആശ്വസിക്കാൻ കഴിയാവുന്ന ജനപങ്കാളിത്തമാണ് പ്ലീനത്തോടനുബന്ധിച്ചുള്ള പൊതുസമ്മേളനത്തിലുണ്ടായത്. പുതിയ സംസ്ഥാന സെക്രട്ടറി സൂര്യകാന്ത് മിശ്രയുടെ നേതൃത്വത്തിൽ ഗ്രാമാന്തരങ്ങളിൽ നടത്തിയ പ്രവർത്തനങ്ങൾ പാർട്ടി ബംഗാളിൽ ഒരു തിരിച്ചുവരവിന്റെ പാതയിലാണെന്ന സൂചനയും നൽകുന്നു. കൊൽക്കത്തയിൽ നിന്നും ടി കെ ഹരീഷിനും ക്യാമറ പേഴ്സൺമാരായ ഷാഫിക്കും മനോജിനൊപ്പം കെ സജീഷ്, മീഡിയ.